ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 82. നമ്മൾ ഉത്തരാർജിതത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഖണ്ഡം 2 ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമായിട്ടും ബലമായിട്ടും എല്ലാം എടുക്കാം. അപ്പോൾ ഒന്നിലെന്താണ് പറയുന്നത്, 194 എന്താണ് പറയുന്നതെന്ന് നോക്കാം. മേധാവിയായിരിക്കുന്ന യാഗകർത്താവിൻ്റെ ഭവനത്തെ രക്ഷിക്കുന്ന ഇതെല്ലാം ആരാണ്? അഗ്നിയാണ്. മേധാവിയാണ്. യാഗകർത്താവ്, യാഗം നടത്തുന്നവരുടെ യജ്ഞത്തെ രക്ഷിക്കുന്നത് അഗ്നിയാണ്, ഊർജമാണ്. എന്നും യുവത്വം നിറഞ്ഞതാണ്. ഹവിസ് ദേവന്മാർക്ക് എത്തിക്കൊള്ളുന്നത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന വസ്തുക്കൾ, എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിക്കുന്ന വസ്തുക്കളിലാണ് അഗ്നി എത്തുന്നത്. എന്തിനു വേണ്ടി? ഇപ്പോൾ അരിയും വെള്ളം ഉണ്ടെങ്കിൽ അതിനെ ചോറാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി അവിടെ എത്തുന്നത്, ആ ദേവതകൾക്ക് മുൻപിൽ. ആ ആഹവനീയാഗ്നിയോടൊപ്പമാണ് അഗ്നി ജ്വലിച്ചുയരുന്നത്. അവിടെ ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്ന ഒരു ഊർജ്ജശക്തിയോടൊപ്പമാണ് അഗ്നി ജ്വലിച്ചൊരിച്ചത്. അത് അഗ്നിയോടൊപ്പമാണ് ജ്വലിച്ചു ഉയരുന്നത്. അവിടെ യജ്ഞം നടക്കുന്നുണ്ട്. ആ യജ്ഞത്തിൻ്റെ പിന്നിൽ അഗ്നിയോടൊപ്പമാണ് ജ്വലിച്ചു വരുന്നത്. അപ്പം അഗ്നി വരുമ്പോഴാണ് അതിൽ നിന്നുള്ള ബലമാണ്, അഗ്നിയിൽ നിന്ന് വരുന്ന ബലമാണ് ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്നത്. അഗ്നിയിൽ നിന്നൊരു ബലം വരുന്നുണ്ട്. നമ്മളൊരു റോക്കറ്റിൽ അടിയിൽ മൂട്ടിൽ തീ കൊടുക്കുമ്പോൾ അതിലൊരു ബലം വരുന്നുണ്ട്. അതാണ് റോക്കറ്റിനെ തള്ളുന്നത്. അതേപോലെ അഗ്നിയിൽ നിന്നും, അഗ്നി ജ്വലിച്ചു വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബലം, ആ ബലമാണ് യജ്ഞകർത്താവിനെയെല്ലാം രക്ഷിക്കുന്നത്. ഇനി 195 ഇവിടെ അഗ്നിയോട് പറയുകയാണ്, യാഗം ചെയ്യുന്നവര് അങ്ങേ ആരാധന ചെയ്യുന്നു. കാരണം നമ്മളെ ആരാധിക്കേണ്ടത് അഗ്നിയെയാണ്. കാരണം നമ്മളെ എല്ലാ സഹായത്തിന് പിന്നിലും വർത്തിക്കുന്നത് അഗ്നിയാണ്, ഊർജമാണ്. കാരണം അങ്ങാണ് ദേവന്മാർക്ക് ഹവിസ്സെല്ലാം എത്തിച്ചോണ്ട് കൊടുക്കുന്നത്. നമുക്ക് അരി ചോറാകണം വെള്ളത്തിലിട്ട് ചൂടാക്കുമ്പോൾ. അപ്പം അഗ്നിയാണ് അരിക്ക് ചോറായി മാറാൻ വേണ്ട ഊർജമെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. ആ എത്തുന്ന അഗ്നിയിൽ നിന്നാണ് അതിന് വേണ്ട ഊർജം കിട്ടുന്നത്. ആ അരിയെ ചോറാക്കി മാറ്റുക. അങ്ങനെയുള്ള അഗ്നി രക്ഷകനാണ്. നമ്മുടെ യജ്ഞങ്ങളെ രക്ഷിക്കുന്നവനാണ് അഗ്നി. അതേസമയം അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, അരി ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ there is a reaction, അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഇല്ലാതാക്കിയിട്ടാണ് അരിയെ ചോറാക്കി മാറ്റുന്നത്. ഇനി 196. ഇപ്പം യാഗം നടത്തുന്ന ആള് ഹവിസ്സോടുകൂടി വന്നിട്ട് ആ യജ്ഞശാലയിൽ വന്നിട്ട് അഗ്നിയുടെ സമീപത്തേക്കാണ് എത്തുന്നത്. എന്നിട്ട് അഗ്നിയെ പരിചരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ചോറ് വെക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ ചെല്ലുക? യാഗം നടത്തുന്നവർ അഗ്നിയുടെ അടുത്ത്, അടുപ്പിൻ്റെ അടിയിൽ വിറകല്ല് വന്നിട്ട് നമ്മൾ അഗ്നിയെ പരിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിറകല്ല് ശരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ അഗ്നിയാണ് പരിചരിക്കുന്നത്. അഗ്നി അരിയിനെ ചോറാക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്നിയെ പരിചരിക്കുന്നു. വിറകല്ല ശരിക്ക് വെച്ച്, അല്ലെങ്കിൽ ബർണറാണെങ്കിൽ അതിൻ്റെ ഇതെല്ലാം ശരിയായ അളവിൽ തിരിച്ചു വെച്ചിട്ട്, വേണ്ട തരത്തിലുള്ള ജ്വാല കിട്ടേണ്ട തരത്തിലെല്ലാം തിരിച്ചു വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ പരിചരിക്കുന്ന അഗ്നിയാണ്. അഗ്നി എന്ത് ചെയ്യും? ആ ദേവതകളെ പുതിയൊരു രൂപത്തിലേക്കാക്കി മാറ്റും. എന്നിട്ട് യാഗകർത്താവിന് സുഖവും ഐശ്വര്യവും നൽകുന്നു. അപ്പോൾ ആ യാഗകർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. അവന് സുഖവും സന്തോഷമെല്ലാം കിട്ടും. ഇനി 197. ഈ യാഗത്തിൽ നമ്മൾ എന്തും കൂടി ചെയ്യുന്നുണ്ട്? നല്ല ബലത്തോടു കൂടിയ മിത്രദേവനെ. മിത്രദേവൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം. അനുകൂല സാഹചര്യമാണ് മിത്രത. നമ്മുടെ മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യമാണ്. അത് ബലമാണ്. അനുകൂല സാഹചര്യം നമുക്ക് ഏറ്റവും ഒരു ബലമാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നടക്കും അനുകൂല സാഹചര്യമാണെങ്കിൽ. അപ്പം മിത്രഭാവ ദേവനെയും
അക്രമികളെ നശിപ്പിക്കുന്ന വരുണദേവൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. ഓർബിറ്റുകളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. ആ ഓർബിറ്റൽ എനർജിയാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ ഓർബിറ്റുകൾ നമുക്ക് അനുകൂലമായിട്ട് ആ യാഗത്തിൽ പങ്കെടുക്കും. അവരെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഏതിനാണ് ആഹ്വാനം ചെയ്യുന്നത്? അനുകൂല സാഹചര്യത്തിൽ യജ്ഞം നടത്തണം. ആ വരുണ നിയമങ്ങൾ നോക്കിയിട്ട് വേണം. വരുണ നിയമം എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ, ഏത് യജ്ഞം നടക്കുന്നുണ്ട് അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ വരുണ ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത്. ആ വരുണ ദേവന്മാരാണ് വെള്ളം കൊണ്ടെത്തിക്കുന്ന കർമ്മത്തെ സാധിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള വരുണന്മാരാണ് വെള്ളം കൊണ്ട് തരുന്ന യാഗത്തെ, കർമ്മത്തെ സിദ്ധമാക്കുന്നത്. എവിടുന്ന്? നമ്മൾ മഴ പെയ്യ്ക്കാനുള്ള യജ്ഞമാണ് നടത്തുന്നതെങ്കിൽ മഴ കൊണ്ട് പെയ്യിപ്പിച്ചു തരും. മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴ കൊണ്ട് പെയ്യിപ്പിക്കും. എങ്ങനെ? അനുകൂല സാഹചര്യത്തിൽ മിത്രനും ആ വരുണനും ഓർബിറ്റുകൾ, അവിടെ ഓർബിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ്, രണ്ട് മേഘങ്ങൾ കൂടിച്ചേർന്നിട്ട് അത് ഓർബിറ്റുകളാണ് എന്നിട്ട് മഴയായിട്ട് പെയ്യും. ഇനി 198 മിത്രദേവനും വരുണദേവനും സത്യധർമാദികളെയും യാഗത്തെയെല്ലാം വളർത്തുന്നവരാണ്. നമ്മൾ നടത്തുന്ന യാഗങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ആരാണ്? മിത്രദേവനും വരുണദേവനും. അതായത് വരുണ നിയമങ്ങളനുസരിച്ച്, കെമിസ്ട്രി അനുസരിച്ച്, അല്ലെ രാസവസ്തുക്കൾ പ്രവർത്തനം ചെയ്യുന്ന രാസവസ്തുക്കൾ തമ്മിൽ കൂടിച്ചേർന്നത് അവയുടെ ഓർബിറ്റുകൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. ആ ഓർബിറ്റുകൾക്കാണ് വരുണൻ എന്ന്. അപ്പം വരുണദേവനും മിത്രദേവനുമാണ് യാഗങ്ങളെ വളർത്തുന്നത്, നമ്മൾ നടത്തുന്ന യജ്ഞങ്ങളെ പൂർത്തീകരിക്കുന്നത്. അത് സത്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. സത്യത്തെ സ്പർശിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സത്യം, അതായത് സയൻസ് പറയുന്ന സത്യങ്ങളുടെ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ യജ്ഞം പൂർത്തീകരിക്കുകയുള്ളൂ. എന്തും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് കർമ്മവും പൂർത്തീകരിക്കുകയുള്ളൂ. എല്ലാം നമ്മൾ ചോന്നമാരി ചെയ്താലൊന്നും നടക്കില്ല. അതുകൊണ്ട് അവർ സത്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെയുള്ള മിത്രവരുണന്മാരെ ഈ യാഗത്തെ നിങ്ങൾ ശരിയായ നിലയിലേക്ക്, സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക. അതുകൊണ്ട് മിത്രവരുണന്മാരോട് പറയുന്നു, ഈ യാഗം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക. ഇനി 199 അനേകം രൂപത്തിൽ ഈ മിത്രവരുണന്മാർ നമ്മുടെ യാഗങ്ങളിൽ വന്നിരിക്കുന്നുണ്ട്. അതായത് പല തരത്തിലാണ് അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. പല സാഹചര്യങ്ങളാണ്, പല തരത്തിലാണ്. പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം യജ്ഞം നടക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ തന്നെ സാധാരണ പാത്രത്തിൽ മൂടി വെക്കുകയാണെങ്കിൽ ഒരു നിയമപ്രകാരമാണത് ചോറായി മാറുക. നേരെ മറിച്ച് പ്രഷർ കുക്കറിലാണെങ്കിൽ വേറൊരു തത്വത്തിന് അടിസ്ഥാനമാക്കിയാണ് അതിന് ചോറാക്കി മാറ്റുന്നത്. അപ്പം ഇതെല്ലാം അവർ പല രൂപത്തിൽ ഈ മിത്രവരുണന്മാർ അല്ലെങ്കിൽ ഈ മിത്രവരുണന്മാർ പല രൂപത്തിലാണ് യജ്ഞങ്ങളെ പൂർത്തീകരിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് ധനവും ശക്തിയെയും എല്ലാം പ്രദാനം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ ആകണമെന്നില്ല വേറൊരു സ്ഥാപനത്തിൽ. അവിടെ വേറെ തരം മെഷീൻ ഉപയോഗിച്ചിട്ടായിരിക്കും ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിനനുസരിച്ചാണ് മിത്രവരുണന്മാരവിടെ, അത് അനുകൂല സാഹചര്യവും ആ കണ്ടീഷൻസും അനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുക, യജ്ഞം പൂർത്തീകരിക്കുക. അങ്ങനെയാണ് നമുക്ക് ധനവും സമ്പുഷ്ടിയെല്ലാം ഉണ്ടാക്കിത്തരുന്നത്. ഇനി 200
അങ്ങനെ നമ്മൾ യജ്ഞം നടത്തുമ്പോൾ ആകാശത്തിലെ മരുത്തുക്കൾ ഇന്ദ്രനോടൊപ്പം വന്നിട്ട് എല്ലായ്പ്പോഴും പ്രസന്നതയോടുകൂടി കഴിയുന്നവരാണ്. അവർ തേജസ്സുള്ളവരാണ്. അവർ ഭയമില്ലാതെ ഇന്ദ്രനോടൊപ്പം ചേർന്ന് നമുക്ക് ആവും വിധത്തിൽ ദർശനം നൽകുന്നു. അപ്പോൾ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ യജ്ഞങ്ങളെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങളാണ് ആകാശത്തിലെ മരുത്തുക്കൾ നമ്മൾ പറഞ്ഞു. ആകാശം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 49 മരുത്തുക്കൾ കൂടിയതാണ്. അതും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചലിക്കുന്നതനുസരിച്ചാണ് ലോകത്തിലെ കർമ്മങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. ആ നിലയിൽ നമ്മുടെ യജ്ഞങ്ങളെയും അവർ അവിടുന്ന് നമുക്ക് ദർശനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇന്ദ്രനും മരുത്തുക്കളും എല്ലാം ഈ ഭൂമിയിൽ നടക്കുന്ന യജ്ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇനി 201. വർഷം കഴിഞ്ഞതിന് ശേഷവും അന്നത്തിനും ജലത്തിനും യജ്ഞത്തിനും യോഗ്യമായ നാമം സ്വീകരിച്ചുകൊണ്ട് മരുദേവതകൾ എന്ത് ചെയ്യുന്നുണ്ട്? മേഘങ്ങളിൽ വീണ്ടും ജലത്തിനായി പ്രേരണ ചെലുത്തുന്നുണ്ട്. ഇപ്പം സാധാരണ മഴ പെയ്യുന്നത് സീസൺസിൽ, ഇപ്പം ഇടവപ്പാതി, കർക്കിടകം, ഇന്നലെ ഓരോ സീസൺസിൽ പെയ്യുന്ന മഴയുണ്ട്. അതങ്ങ് പെയ്തങ്ങ് തീരും. പക്ഷേ അതിന് പുറമെ എന്തിനു വേണ്ടിയിട്ട്? അന്നത്തിനും ജലത്തിനും എല്ലാം വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന ജലം കിട്ടും, മഴയിലൂടെ ചെടികളെല്ലാം, അതിലൂടെ അന്നെല്ലാം കിട്ടും. പക്ഷെ ഇതിനു പുറമെ ആ മഴ തീർന്നാലും മരുത്തുഗണങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വീണ്ടും ചില സമയങ്ങളിൽ മേഘങ്ങളെ മഴക്ക് പ്രേരിപ്പിക്കും. അതാണ് സീസൺ അല്ലാത്ത സമയത്തെല്ലാം കയറിയിട്ട് മഴ പെയ്യുന്നത്. അത് ഈ മരുത്തുക്കളാണ് മേഘത്തെ പ്രേരിപ്പിച്ച് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പം മരുത്തുക്കൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ അതും പങ്കെടുക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നതിലും മരുത്തുക്കൾക്കും വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ പെയ്യുന്ന മഴകളെല്ലാം ഉണ്ട്, അത് ആ സീസൺസിൽ പെയ്യും. അല്ലാതെ പെയ്യുന്ന, വ്യത്യസ്തമായി പെയ്യുന്ന, പ്രത്യേക സമയങ്ങളിലെല്ലാം പെയ്യുന്നത് ഈ മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട്, അവയുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ 202 പറയുകയാണ്, ഇന്ദ്രനോടാണ് പറയുന്നത്, അങ്ങ് മരുത്തുക്കളോടൊപ്പം ചെന്നെത്തി ഗുഹയിൽ അടക്കപ്പെട്ട പശുക്കളെ വീണ്ടെടുക്കുക. അപ്പം മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ഇന്ദ്രനോട് പറയുകയാണ്, ആ സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അങ്ങും ഗുഹയിൽ അടക്കപ്പെട്ടിരിക്കുന്ന പശുക്കളെ വീണ്ടെടുക്കുക. ഇരുളിൽ നിന്നും അവയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒളിച്ചു കിടക്കുന്ന ഗോക്കളെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. അപ്പം മഴ പെയ്യുന്നതിന് പിന്നിലെല്ലാം ഇലക്ട്രോണാണ് ചാർജ് ഉണ്ടാക്കുന്നത്. ആ ചാർജുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പം മേഘങ്ങൾ കൂടിച്ചേർന്ന് മഴ പെയ്യ്ക്കുന്നതിന് പിന്നിൽ സീസൺസ് ഉണ്ട്. അതേസമയം മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? മേഘങ്ങളിൽ ചാർജ് ഉണ്ടാകാൻ കാരണം അതിൻ്റെ ഗോക്കളാണ്, ഇലക്ട്രോണുകളാണ്. അപ്പോൾ ചാർജുള്ള മേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപം കൊള്ളും. സാധാരണ സീസണിൽ പെയ്യുന്ന മഴക്ക് പകരം മറ്റുള്ള കാലങ്ങളിൽ, യഥാർത്ഥത്തിൽ മഴക്കാലമൊന്നും ആയിരിക്കില്ല, ആ സമയത്തും അന്തരീക്ഷത്തിൽ മേഘങ്ങളിൽ ഗോക്കളെ വെളിയിലേക്ക് ഗോക്കൾ എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ അകത്തുള്ള ചാർജുള്ള കണങ്ങൾ, ഇലക്ട്രോണുകൾ, അവയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചാർജുള്ള മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കും ഈ മരുത്തുക്കൾ. എന്നിട്ട് എന്ത് ചെയ്യും? മഴ പെയ്യിപ്പിക്കും. അങ്ങനെയാണ് മഴക്കാലം അല്ലാത്ത സമയത്തെല്ലാം ചിലപ്പോൾ മഴ പെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ളത് മരുത്തുക്കളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുകയാണ്, നമ്മൾ ഇന്ദ്രനെയും അഗ്നിയെയും ആഹ്വാനം ചെയ്യുക. ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും, ഇപ്പം മഴ പെയ്യുമ്പോൾ മേഘങ്ങളെ കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന, അവിടെ നടക്കുന്ന യജ്ഞത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. പിന്നെ അഗ്നി എന്താണ്? അഗ്നിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം. അപ്പോൾ ഇത് രണ്ടുപോടും നമ്മൾ ആഹ്വാനം ചെയ്യണം. അപ്പം നമ്മളൊരു യജ്ഞം ചെയ്യണമെങ്കിൽ
അഗ്നി ഊർജം ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റും. ഊർജം ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അവിടെ അവയെ ഏകോപിപ്പിക്കുന്ന ഒരു സൂപ്പർവൈസർ അവിടെയുണ്ട്, അതാണ് ഇന്ദ്രൻ. അവരെ ആഹ്വാനം ചെയ്യുക. അവർ ഫലം നൽകുന്നവരാണ്, അവരാണ് നമുക്ക് ഫലം നൽകുന്നത്. അപ്പം ഏതൊരു യജ്ഞത്തെയും പൂർത്തീകരിക്കുന്നതിന് പിന്നിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അവയെ നിയന്ത്രിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തി, രണ്ടാമത്തത് ഊർജം. ഇവരെ ആഹ്വാനം ചെയ്താൽ അവരാണ് ഫലം നൽകുന്നത്. അവർ ശ്രോതാക്കളോട് ഒരിക്കലും ദോഷം, ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നവർ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നവർക്ക് അവർക്കൊരിക്കലും ദോഷം ചെയ്യുകയില്ല. അഗ്നിയും ഇന്ദ്രനും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയില്ല. ഇപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോറ് വെച്ചാൽ അത് ചോറായി തീരും, അതിന് പിന്നെ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇന്ദ്രനും അഗ്നിയും അതിനെ ചോറാക്കണം. അതുകൊണ്ട് തന്നെ ആഹൂതികൾ, ഞങ്ങളുടെ ആഹൂതികൾ എന്തായിപ്പെടുന്നു, നമ്മൾ ഈ അർപ്പിക്കുന്ന സാധനങ്ങൾ, അരിയും വെള്ളവും എല്ലാം സംരക്ഷിക്കപ്പെടുന്നു, എന്നിട്ട് പുതിയ പ്രൊഡക്റ്റായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ഇനി 204 ശത്രുക്കളുടെ നാശകൻ. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെയാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. അരിയെ ചോറാക്കുമ്പോൾ അവിടെ ദർ ഈസ് എ റിയാക്ഷൻ, എല്ലാ ആക്ഷനും ദർ ഈസ് എ റിയാക്ഷൻ. ന്യൂട്ടൻ്റെ തേർഡിലും രജോ ഗുണമുണ്ടെങ്കിൽ തമോ ഗുണമുണ്ട്. അപ്പോൾ ആ എതിർപ്പിനെ മറികടക്കാനാണ് നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇന്ദ്രൻ അതിൽ ഇടപെട്ട് അത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ശത്രുക്കളെ നശിപ്പിച്ച് ഫലം നൽകുന്ന ഇന്ദ്രാഗ്നികളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ആഹ്വാനം ചെയ്യുന്നു പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ആ പോരാട്ടത്തിലൂടെ ഇന്ദ്രനും അഗ്നിയും നമുക്ക് സുഖം നൽകട്ടെ, ശക്തിയും നൽകട്ടെ. ഇനി 205 നല്ല ചിന്തയുള്ളവരുടെ രക്ഷകനായി വന്നിരിക്കുന്ന ഇന്ദ്രനും അഗ്നിയും. നല്ല ചിന്തകൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണോ കർമ്മം ചെയ്യുന്നത് അവർക്ക് നല്ല ഫലം കിട്ടും. ഇന്ദ്രനും അഗ്നിയും അവരുടെ പക്ഷത്തായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി ചെയ്താൽ ഇന്ദ്രനും അഗ്നിയും നമ്മുടെ പക്ഷത്ത് നിൽക്കും. എന്നിട്ട് അസുരന്മാരെ, നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികളെയെല്ലാം നശിപ്പിക്കും. ശത്രുക്കൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ. നമ്മളിപ്പോൾ ഒരു ഇരുമ്പിനെ അടിച്ച് പരത്തണ്ടിക്കൽ ഇരുമ്പ് നമ്മളെ എതിർക്കും. ആ പെട്ടെന്നൊന്നും അടിച്ചാലൊന്നും പരന്ന് കിട്ടില്ല. പക്ഷേ നമ്മൾ ചൂടാക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ എതിർപ്പെല്ലാം ഇല്ലാതെയാകും. അപ്പം ശത്രുക്കളെ നശിപ്പിക്കുക എന്തുപയോഗിച്ചാൽ അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്താൽ അപ്പോൾ ഇന്ദ്രൻ എളുപ്പത്തിൽ അതിനെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർ ശത്രുക്കളെയെല്ലാം പെട്ടെന്ന് നശിപ്പിച്ചിട്ട് നമ്മളെ കാര്യം സാധിപ്പിച്ച് തരും.